ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മളുടെ ചാനൽ മുഖേന നൽകി വരുന്ന കറണ്ട് അഫേഴ്സ്, അതായത് നോളജ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസത്തെയും ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫേഴ്സും, അതുകൂടാതെ SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചെറിയ പോർഷൻസായിട്ട് ഓരോ മിനിറ്റിനുള്ളിൽ വരുന്ന രീതിയിലുള്ള ചെറിയ ഭാഗങ്ങളും നൽകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്ന് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മളുടെ കറണ്ട് അഫേഴ്സിൽ നിന്നും 5 ചോദ്യങ്ങളും SCERT പാഠഭാഗങ്ങൾ തന്നിട്ടുള്ളതിൽ നിന്നും 5 ചോദ്യങ്ങൾ. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് നമ്മളുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ SCERT നോട്ട്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റും കറണ്ട് അഫേഴ്സ് 2026 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലും ഈ പാഠഭാഗങ്ങൾ കാണാവുന്നതാണ്. ഓക്കെ, ഒന്നുകിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. കാരണം വരാൻ പോകുന്ന 10th പ്രിലിംസ് പരീക്ഷ, അതുപോലെ വില്ലേജ് ബിൽഡ് അസിസ്റ്റൻ്റ്, LDC പോലെയുള്ള പരീക്ഷകളൊക്കെ കൂടുതലും കറണ്ട് അഫേഴ്സിന് അതിൻ്റേതായ സ്ഥാനമുണ്ട്. അതുമാത്രമല്ല, കൂടുതൽ പോർഷൻസ് വരുന്നത് SCERT പാഠഭാഗങ്ങളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോഴ്സ് നടത്തുന്നുണ്ട്, അതിനകത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അതുകൂടാതെ കുറച്ച് നിങ്ങൾക്കും കൂടെ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അത് വോയിസ് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് അത്രയൊക്കെ ഉള്ളൂ ഓരോ ദിവസവും നൽകുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായി അത് ഫോളോ ചെയ്ത് വരിക. അതിനുശേഷം ഇതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ഇടും, അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യുന്നവർ ആദ്യം വീഡിയോ കണ്ടതിന് ശേഷം ഒരു പേപ്പറും പേനയായിട്ട് ഇത് കാണുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വരും, അതിനനുസരിച്ച് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാകും. ആ ഉത്തരങ്ങൾ നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ശരി ഉത്തരം എത്ര മാർക്ക് കിട്ടി എന്നത് കമൻറ്റ് ബോക്സിൽ നൽകുക. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവി, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ഓപ്ഷൻസ്: അനിൽ ചൗഹാൻ, NS രാജസുബ്രഹ്മണി, ബിപിൻ റാവത്ത്, സുശാന്ത് ശർമ്മ. അപ്പോൾ ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവി ആരാണ്? ഇത് നമ്മുടെ കറണ്ട് അഫേഴ്സ് പാർട്ടിൽ നമ്മൾ നൽകിയതാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം: ONV സാഹിത്യ പുരസ്കാരം 2026 ജേതാവ്, അതായത് 2026 ഇപ്പോൾ സമ്മാനിച്ച ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? K സച്ചിദാനന്ദൻ, സാറ ജോസഫ്, M മുകുന്ദൻ, ബെന്യാമിൻ. K സച്ചിദാനന്ദൻ, സാറ ജോസഫ്, M മുകുന്ദൻ, ബെന്യാമിൻ. അപ്പോൾ നമ്മുടെ ONV സാഹിത്യ പുരസ്കാരം 2026 ജേതാവ് ആരാണ്? മൂന്നാമത്തെ ചോദ്യം: ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്ര? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? അപ്പോൾ കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ അത് പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A 38, ഓപ്ഷൻ B 35, ഓപ്ഷൻ C 34, ഓപ്ഷൻ D 32. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? നാലാമത്തെ ചോദ്യം: കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? അല്ലേ, നമുക്കറിയാം നമ്മുടെ പുതിയ മന്ത്രിസഭയ്ക്ക് അധികാരമേറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പീക്കറെ അടുത്തിടെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? N ഷംസീർ, ഷാനിമോൾ ഉസ്മാൻ, PC വിഷ്ണുനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇവരിൽ ആരാണ് ഇപ്പോഴത്തെ കേരള നിയമസഭയുടെ സ്പീക്കർ? അടുത്ത ചോദ്യം: തന്നിരിക്കുന്നവയിൽ ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കാത്ത സംസ്ഥാനം. അല്ലേ, നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് പാസ്സാക്കാത്ത സംസ്ഥാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുജറാത്ത്, അസം, കർണാടക, ഉത്തരാഖണ്ഡ്. ഇവരിൽ ആരാണ് ഏകീകൃത സിവിൽ കോഡ് നിയമം പാസ്സാക്കാത്ത സംസ്ഥാനം? അടുത്ത ആറാമത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ ഈ കണ്ട 5 ചോദ്യങ്ങൾ നമ്മളുടെ കറണ്ട് അഫേഴ്സ് പാർട്ടിൽ, നോളജ് ഓഫ് ദി ഡേ എന്ന് പറയുന്ന ആ പാർട്ടിൽ നൽകിയതാണ്. ഇനി മുതൽ 5 ചോദ്യങ്ങൾ SCERT പാഠഭാഗങ്ങൾ നൽകിയതിൽ നിന്നും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആറാമത്തെ ചോദ്യം: തന്നിരിക്കുന്നവയിൽ കാർബോഹൈഡ്രേറ്റ് അല്ലാത്തത് ഏത്? നമ്മൾ ബയോളജി പാർട്ടിൽ നിന്നും SCERT പാഠഭാഗം തന്നപ്പോൾ അതിൽ മോളിക്യൂൾസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനെ പറ്റിയുള്ള ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അല്ലാത്തത് ഏത്? സെല്ലുലോസ്, സ്റ്റാർച്ച്, എൻസൈം, ഗ്ലൂക്കോസ്. ഇതിലേതാണ് കാർബോഹൈഡ്രേറ്റ് അല്ലാത്തത്? അടുത്തത് ഏഴാമത്തെ ചോദ്യം: നിഫെ എന്നറിയപ്പെടുന്ന NIFE എന്നറിയപ്പെടുന്ന ഭൂമിയിലെ പാളി ഏതാണ്?
നമ്മൾ ജിയോഗ്രഫി പാർട്ടിൽ SCERT നിന്നും ഭൂമിയിലെ പാളികളെ പറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ചോദിച്ചതാണ് നിഫെ എന്നറിയപ്പെടുന്ന ഭൂമിയിലെ പാളി ഏതാണ്? വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം, മാൻഡില്, കാമ്പ് അല്ലേ? നമുക്കറിയാം ഭൂമിയുടെ പാളികൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ നിഫെ എന്നറിയപ്പെടുന്നത് ഏതാണ്? എട്ടാമത്തെ ചോദ്യം നമ്മൾ ഫിസിക്സിൽ നിന്ന് പ്രകാശം എന്ന് പറയുന്ന ഭാഗം തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ചോദിക്കുന്നതാണ് തന്നിരിക്കുന്നവയിൽ പ്രകാശ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? അപ്പോൾ നമ്മുടെ പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് അനുസരിച്ച് ലിസ്റ്റ് ചെയ്താണ് ഇത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വായു, ജലം, വജ്രം, ഗ്ലാസ്. വായു, ജലം, വജ്രം, ഗ്ലാസ് ഇവയിൽ ഏതിനാണ് പ്രകാശ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം? അടുത്ത 9ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന പാട്ടിന് ഉദാഹരണം ഏതാണ്? അല്ലേ, നമ്മൾ കലാസാഹിത്യം എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് തന്നിട്ടുള്ളതായിരുന്നു അനുഷ്ഠാന പാട്ടുകളും നാടൻ പാട്ടുകളും അല്ലേ. അപ്പോൾ അനുഷ്ഠാന പാട്ടുകൾ ഏതൊക്കെയാണ് ഉദാഹരണം തന്നിട്ടുണ്ടായിരുന്നു, നാടൻ പാട്ടുകളിൽ പെടുന്ന ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അനുഷ്ഠാന പാട്ടിന് ഉദാഹരണം ഏതെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പുള്ളുവൻ പാട്ട്, വട്ടക്കളിപ്പാട്ട്, കുറത്തിപ്പാട്ട്, വെറ്റിലപ്പാട്ട് ഇതിലേതാണ് അനുഷ്ഠാന പാട്ട്? അപ്പോൾ തന്നിരിക്കുന്നവയിൽ 3 നാടൻ പാട്ടും 1 അനുഷ്ഠാന പാട്ടുമാണ്. അപ്പോൾ ഏതാണ് അനുഷ്ഠാന പാട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ലാസ്റ്റ് ചോദ്യം തന്നിരിക്കുന്നവയിൽ ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള കൃത്രിമോപഗ്രഹം. നമ്മൾ ഇന്ത്യയുടെ ബഹിരാകാശത്തെപ്പറ്റി 2 പാർട്ടായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരെണ്ണത്തിന് ചോദിച്ചതാണ് കൃത്രിമോപഗ്രഹങ്ങളും അവയുടെ ഉപയോഗങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള നമ്മുടെ കൃത്രിമോപഗ്രഹം ഏതാണ്? ആസ്ട്രോസാറ്റ്, ഇൻസാറ്റ്, IRNS, കാർട്ടോസാറ്റ് ഇതിലേതാണ് ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹം? ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം നൽകിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എത്ര ശരി ഉത്തരം കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഉത്തരങ്ങളായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇനി വരും ദിവസങ്ങളിൽ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക. അതിൽ SCERT നോട്ട്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ SCERT പാഠഭാഗങ്ങളും കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് 2026 എന്നുള്ളതിൽ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, ബാക്കി നമ്മൾ ഫുൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് മന്ത്ലി ടോപ്പിക് വൈസ് നമ്മൾ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ ഡെയിലി ഓരോന്നായിട്ട് ഇതിലൂടെ നൽകുന്നതാണ്. അങ്ങനെ കിട്ടുമ്പോൾ ഉള്ള ഉപകാരം എന്ന് വെച്ചാൽ ഒരു മാസം 30 കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കും. അതുപോലെ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഏകദേശം നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സിൽ കവർ ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പ്രധാനപ്പെട്ടത്. ഓക്കെ, ബാക്കി കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് ബുക്കായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ഗെയിൻ നോളജ് മിഷനിൽ കോൺടാക്ട് ചെയ്താൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനൽ ഫോളോ ചെയ്തോളാം. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നല്ല രീതി നമ്മുടെ കോഴ്സിൽ ചേരാത്തവർക്കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഈ 2 ഭാഗങ്ങളിൽ നിന്ന് മാത്രമായിട്ട് നേടാൻ പറ്റും. കൂടാതെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ പോർഷൻസ് നമ്മളിപ്പോൾ ഉടനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും സിലബസിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ ലഭ്യമാകും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.